ടീച്ചർ അമ്മയുടെ ഇന്നത്തെ സംഭവബഹുലമായ കഥാവഴിത്തിരിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മമ്മ ജീവനോടെയുണ്ടെന്ന് കല്ലു അറിഞ്ഞിട്ടും തന്നോട് പറയാത്തതിനാൽ വീണ കല്ലുവിനൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് കല്ലുവിനും അമ്മയ്ക്കും മാത്രമായി നിൽക്കണമെന്ന്. അങ്ങനെ കല്ലു ബാക്കിയുള്ളവരെല്ലാം വീട്ടിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ടീച്ചറമ്മയും കുഞ്ഞിയും വീട്ടിൽ തനിച്ചാവുന്നുണ്ട്. അവരുടെ സ്നേഹനിമിഷങ്ങൾക്കിടയിൽ തൻ്റെ മുടിയിൽ എണ്ണ തേച്ചു തരാനും ധൂപം കാണിക്കാനും അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം വാരിത്തരാനുമൊക്കെ വീണ ആവശ്യപ്പെടുന്നുണ്ട്. അതനുസരിച്ച് അവർ അടുക്കളയിൽ പാചകത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അടച്ചിട്ട മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ സന്തോഷം ടീച്ചറമ്മ വീണയോട് പറയുന്നുണ്ട്. ഞാൻ എത്ര നാളായി കുഞ്ഞി മണ്ണിൽ ചവിട്ടി ഇങ്ങനെയൊന്നും നിന്നിട്ട്, ആകാശം കണ്ടിട്ട്, കിളികളെ കണ്ടിട്ട്, നല്ലൊരു കാറ്റ് കണ്ടിട്ട്, വെയിലേറ്റിട്ട് എന്നൊക്കെ ടീച്ചറമ്മ പറയണ കേട്ട്. പുറത്തിറങ്ങിയാലും ആരും കാണില്ലമ്മ, നമുക്ക് കുറച്ചു നേരം പുറത്തിറങ്ങിയിട്ട് വരാമെന്ന് വീണ ടീച്ചറമ്മയെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറമ്മ തന്നെ അടക്കിയ മണ്ണുടി കാണണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞ് ടീച്ചറമ്മയെ അവൾ പുറത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ടീച്ചറമ്മയും വീണയും കൂടി ആ കുഴിമാടത്തിനരികിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. ആരാണെന്നറിയാത്ത ഏതോ ഒരാൾ, ആരുടെയൊക്കെയോ പ്രിയപ്പെട്ട ഒരാളാവും. അവരും ആളെ അന്വേഷിക്കുന്നുണ്ടാവും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ തമിഴ്നാട് പോലീസിനൊരു സംശയം തോന്നി മുന്നേ ഇവിടെ വന്നിരുന്നു എന്ന് വീണ പറയാ. ബോഡി ദഹിപ്പിച്ചോണ്ട് കൂടുതലൊന്നും ചെയ്യാനാവാതെ അവർ മടങ്ങി. പഴയ ബോഡിയാവുമ്പോൾ DNA പരിശോധനയൊക്കെ നടത്തി കൺഫേം ചെയ്തിട്ടാ ബോഡി റിസീവ് ചെയ്യുക. ഇതിപ്പോൾ വിഷ്ണുവേട്ടൻ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെയൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് വീണ പറയുമ്പോൾ ഇനിയിപ്പോൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല, വരും പോലെ വരട്ടെ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ വീണയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുക. അവർ രണ്ടുപേരും കൂടെ പറമ്പിൽ നിന്നും കയറി മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിലെത്തുമ്പോഴാണ് ഗേറ്റിനരികിലേക്ക് കമലാക്ഷി ടീച്ചർ പാട്ടും പാടി നടന്നു വരുന്നത് വീണ കാണുന്നത്. അയ്യോ അമ്മേ, ദേ കമല ടീച്ചർ വരുന്നു, അമ്മ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ ടീച്ചറമ്മയെ അവിടെ നിന്നും അകത്തേക്ക് പറഞ്ഞു വിടാ. കമലാക്ഷി ടീച്ചർ എങ്ങാനും കണ്ടുപിടിച്ചാലോ എന്ന് പേടിച്ച് ടീച്ചറമ്മ അകത്തേക്ക് കയറി പഴക്കുലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന സ്റ്റോർ റൂമിൽ കയറി അവിടെ ഇവിടുത്തെ ഒളിക്കുന്നുണ്ട്. കമലാക്ഷി ടീച്ചർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേക്കും വീണ അങ്ങോട്ട് വരുന്നത് കണ്ട് പനിയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് കുളിച്ച് സുന്ദരിയായി നിൽക്കുകയാണല്ലോ എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുക. തനിക്ക് പനിയും ചെറിയൊരു ദേഹവേദനയും ഉണ്ടായിരുന്നു, അതൊന്നും കാര്യമാക്കാതെ അങ്ങ് കയറി കുളിച്ചു. അന്നേരം പനി ഇത്തിരി കൂടി, പിന്നെ ഗുളിക കഴിച്ച് കിടക്കായിരുന്നു എന്ന് വീണ പറയുമ്പോഴേക്കും ടീച്ചറുടെ ക്ലാസ്സിലെ രജിസ്റ്റർ ടീച്ചർ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നുവെന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുമ്പോൾ അതെനിക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാന്ന് വീണ പറയുമ്പോൾ അതൊന്നും ഇങ്ങനെ എടുത്തോണ്ട് വരില്ലേ, സ്കൂളിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ എന്ന് കമലാക്ഷി ടീച്ചർ പറയുമ്പോഴേക്കും അതെനിക്കിന്ന് ഇറങ്ങാൻ പറ്റില്ലെന്ന് അറിയില്ലായിരുന്നല്ലോ എന്ന് വീണയും പറയുന്നുണ്ട്. എന്നെ സോമൻ സാർ വിളിച്ച് പറഞ്ഞതാ, വരുമ്പോൾ ഇവിടെ കയറി ആ രജിസ്റ്ററും കൂടി എടുത്തോണ്ട് വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് കമലാക്ഷി ടീച്ചർ വീണയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുക. വീണയാണെങ്കിൽ അമ്മയെങ്ങാനും പിടിക്കപ്പെടുമെന്നുള്ള ചിന്തയിൽ തലയിൽ കൈവച്ചുകൊണ്ട് കമലാക്ഷി ടീച്ചറുടെ പുറകെ പോകുന്നുണ്ട്. പിന്നീട് അകത്ത് കയറിയ കമലാക്ഷി ടീച്ചറമ്മയുടെ ഫോട്ടോയ്ക്ക് താഴെയുള്ള കസേരയിലിരുന്ന് ടീച്ചറമ്മയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വീണ രജിസ്റ്റർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇത് വാങ്ങാൻ പറഞ്ഞു വിട്ടതല്ലേ, പതുക്കെ പോവാം, അവിടെ ചെന്നിട്ട് മലമറിക്കാനൊന്നും ഇല്ലല്ലോ, സോമൻ സാർ ക്ലാസ് നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ എനിക്ക് കുടിക്കാനൊന്നും എടുക്കുന്നില്ലേ എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുക. അത് ടീച്ചർ പെട്ടെന്ന് പോകുന്നു കരുതി ചോദിക്കാഞ്ഞതാ, ചായ എടുക്കട്ടെ അല്ലെങ്കിൽ തണുത്തത് എന്തെങ്കിലും മതിയോ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും തണുത്തത് മതി, കൂടെ സ്നാക്സ് എന്തെങ്കിലും എടുത്തോ, വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നേരം പോക്കിന് കഴിക്കാലോ എന്നും പറഞ്ഞ് കമലാക്ഷി ടീച്ചർ അവിടെ തന്നെ കുറേ സമയം നിൽക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ടീച്ചർക്ക് കുടിക്കാനായി എന്തെങ്കിലും എടുക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും കമലാക്ഷി ടീച്ചറും കൂടെ ചെല്ലുന്നുണ്ട്. വീണ ഫ്രിഡ്ജിൽ നിന്ന് നാരങ്ങയെടുത്ത് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും കുല കെട്ടി തൂക്കിയിട്ടുണ്ടോ ടീച്ചറെ, പഴുത്തോ എന്ന് ചോദിക്കുമ്പോൾ വീണ പഴുത്തില്ല എന്ന് പറയാം. പഴം എനിക്ക് നല്ല ഇഷ്ടമെന്നും പറഞ്ഞ് കമലാക്ഷി ടീച്ചർ മണം പിടിച്ചുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും വീണ പിറകെ ചെന്ന് അങ്ങോട്ട് പോവല്ലേ എന്ന് പറയാ. അതെന്താ പോയാലെന്ന് പറഞ്ഞ് കമലാക്ഷി ടീച്ചർ നേരെ സ്റ്റോർ റൂമിലേക്ക് പോവാ. സ്റ്റോർ റൂമിലെത്തുന്ന കമലാക്ഷി ടീച്ചർ പഴുത്തിരിക്കുന്ന വാഴക്കുല കണ്ട് ഇതങ്ങ് പഴുത്തു പോയല്ലോ എന്നും പറഞ്ഞ് അതിൽ നിന്നൊരു പഴമെടുത്ത് കഴിക്കുക. ഒന്ന് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരെണ്ണം എടുത്ത് തിരിയുമ്പോഴാണ് ടീച്ചറമ്മ ഒളിഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ട് നോക്കുന്നത്. അവരെ കാണുന്ന കമലാക്ഷി ടീച്ചർ പ്രേതം എന്ന് പറഞ്ഞ് അലറി വിളിക്കുക. പ്രേതം, കുലയിൽ സരസ്വതി ടീച്ചറുടെ പ്രേതം എന്ന് പറഞ്ഞുകൊണ്ട് ഭയത്തോടെ വീണയെ പിടിക്കുന്നുണ്ട് കമലാക്ഷി ടീച്ചർ. അത് ടീച്ചർക്ക് വെറുതെ തോന്നിയതാവുമെന്ന് വീണയും പറയാ. തോന്നിയതൊന്നുമല്ല, ഞാനേ കണ്ടുള്ളൂ. ഞാനും മദനൻ സാറും സരസ്വതി ടീച്ചർ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ടീച്ചർ വിടാതെ ഞങ്ങളെ പുറകെ ഉണ്ട്, ടീച്ചറെ പകപോക്കാൻ വന്നതാ
എന്ന് പറഞ്ഞുകൊണ്ട് കമലാക്ഷി ടീച്ചർ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നോക്കുമ്പോൾ ടീച്ചറമ്മ വീണ്ടും ഒളിഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് കമലാക്ഷി ടീച്ചറെ നോക്കുന്നത് കണ്ട് പ്രേതം അലറി വിളിച്ചുകൊണ്ട് കമലാക്ഷി ടീച്ചർ അവിടെ നിന്ന് പുറത്തേക്ക് ഓടിപ്പോവുക. ബാഗ് എടുക്കാതെ പോണ കണ്ട് വീണ ടീച്ചറെ ഇതേ ബാഗ് എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ജീവനാ വലുതെന്ന് പറഞ്ഞ് കമലാക്ഷി ടീച്ചർ ഓടുക. ഇത് കണ്ട് ടീച്ചറമ്മയും ഒളിഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ചിരിക്കുന്നുണ്ട്. എന്നതിനിടയ്ക്ക് കമലാക്ഷി ടീച്ചറമ്മയുടെ മാലയിട്ട് വെച്ച ഫോട്ടോയിൽ നോക്കി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് പുറത്തിറങ്ങി ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുക. ഗേറ്റിനടുത്തെത്തുമ്പോഴേക്കും ഗേറ്റ് അടഞ്ഞു കിടക്കണ കണ്ട് ഗേറ്റ് ഞാൻ തുറന്നിട്ടതാണല്ലോ, ഇതാരാ അടച്ചിട്ടത്, ടീച്ചർ ആയിരിക്കും എന്ന് പറഞ്ഞ് ഗേറ്റും തുറന്നുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ വേഗത്തിലോടുക. ടീച്ചറമ്മയും കുഞ്ഞിയുമാണേൽ അവിടെ കമലാക്ഷി ടീച്ചറുടെ പ്രേതത്തെ ഭയന്നുള്ള ഓട്ടം കണ്ട് ചിരിയോട് ചിരി. അങ്ങനെ ഞാൻ പ്രേതവുമായെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. കമല ടീച്ചറുടെ ഓട്ടം കണ്ടില്ലേ, ഒളിമ്പിക്സിലാണേൽ ഇപ്പോൾ മെഡൽ ഉറപ്പാ, ഇപ്പോൾ സ്കൂളിലെത്തി കാണും, ടീച്ചർക്ക് ഇത് കിട്ടേണ്ടത് അത്യാവശ്യമെന്ന് വീണ ടീച്ചറമ്മയോട് പറഞ്ഞ് ചിരിക്കുക. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലെ റാക്കിലിരിക്കുന്ന വീണയ്ക്ക് ടീച്ചറമ്മ ഭക്ഷണം വാരി കൊടുക്കുന്നതാണ്. അത് വാങ്ങിക്കഴിക്കുന്ന അവൾ എന്തു സ്വാദാ, എത്ര കാലമായി അമ്മ എനിക്ക് ഭക്ഷണം മിസ്സായിട്ടെന്ന് പറയുമ്പോൾ ടീച്ചറമ്മ അവൾക്കൊരു ഉമ്മ കൊടുത്ത് വീണ്ടും ഭക്ഷണം വാരി കൊടുക്കുക. കാലക്കേടിനൊരു കാലമുണ്ട് കുഞ്ഞി, എല്ലാം പഴയ പടിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അവൾക്ക് വീണ്ടും ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുക. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി ടീച്ചറമ്മയുടെ റൂമിൽ ചെന്ന് കട്ടിലിൽ കിടന്ന് കെട്ടിപ്പിടിച്ചുറങ്ങുക. കഴിഞ്ഞ് വീണ കണ്ണു തുറക്കുമ്പോഴും അമ്മ അവിടെ കിടന്നുറങ്ങണ കണ്ട് അവൾ തൻ്റെ അമ്മയെ ഉണർത്താതെ അവിടെ നിന്ന് എണീറ്റ് പോവുക. പിന്നീട് അവൾ അടുക്കളയിലെ സ്റ്റൗവിൽ പാൽ വെച്ച് അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ടീച്ചറമ്മ അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നുണ്ട്. നീ നേരത്തെ എണീറ്റ് പോയല്ലേ, ശരിക്കും സമാധാനമായിട്ട് ഉറങ്ങി, നല്ല ഉണർവോടെ എണീറ്റു എന്ന് വീണ പറയുക. ഇവിടെ എന്താ പരിപാടി എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ പാലട ഉണ്ടാക്കാനുള്ള പ്ലാനാണെന്ന് വീണ പറയുന്നുണ്ട്. പിന്നീട് അവൾ കുറച്ച് പായസം എടുത്ത് ടീച്ചർക്ക് സ്വാദം നോക്കാൻ കൊടുക്കുമ്പോൾ നല്ല സ്വീറ്റാണെന്ന് ടീച്ചറമ്മ പറയുക. പിന്നെ പാതിരാത്രി കുഞ്ഞിയുടെ മുറ്റത്തെ സ്വീറ്റ് പരിപാടികളൊക്കെ അറിയാലോ എന്ന് ടീച്ചറമ്മ കളിയാക്കണ കണ്ട് കുഞ്ഞിക്ക് ദേഷ്യം പിടിച്ച് അമ്മ ഇത് കുറെ തവണയായി പറയുന്നുണ്ടല്ലോ, ഇനി ഇത് പറയരുതെന്ന് അവൾ പറയുക. അപ്പോൾ ടീച്ചറമ്മ പറയുന്നുണ്ട്, ഞാൻ അന്ന് കണ്ടത് നല്ലൊരു പാഠമാ, ജീവിതം നമുക്ക് ഇടപെട്ട് മനോഹരമാക്കാൻ പറ്റും, ഇത് ദാമ്പത്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു പാഠമാ എന്ന് ടീച്ചറുടെ ഉപദേശം കേട്ട് വീണ താങ്ക്സ് പറയുന്നുണ്ട്. പായസം റെഡിയാവുമ്പോഴേക്കും ആദ്യം അമ്മയ്ക്കെന്ന് പറഞ്ഞ് അവൾ ഒരു ബൗളിൽ ടീച്ചറമ്മയ്ക്ക് കുടിക്കാൻ കൊടുക്കുക. ഇന്നത്തെ ഈ ദിവസം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ലേ, ഇങ്ങനെ നല്ല ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം വേണം, അങ്ങനെ നല്ല ദിനങ്ങളുള്ള ജീവിതമായിരിക്കണം നല്ല ദാമ്പത്യം. ഒക്കെയുള്ള ടീച്ചറമ്മയുടെ ഉപദേശം വീണ്ടും കേൾക്കുമ്പോൾ നല്ല കട്ട ഫിലോസഫിയാണല്ലോ, ഇനി ഈ പാലട കുടിച്ചിട്ട് മതി ബാക്കി ഫിലോസഫി എന്ന് വീണ പറയുന്നുണ്ട്. കുടുംബജീവിതം നല്ലതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫിലോസഫർ ആയിപ്പോവും എന്നെ പോലെ എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുക. എന്തായാലും പാലട ഉഗ്രനായി എന്ന് പറഞ്ഞുകൊണ്ട് പായസം മുഴുവൻ കുടിച്ചു തീർത്ത് എൻ്റെ പരോള് കഴിഞ്ഞു, ഇനി ജയിലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീണയെ ചേർത്ത് പിടിക്കുക. പിന്നീട് മഹേഷ് അവിടെ സിറ്റൗട്ടിൽ വന്ന് പത്രം വായിക്കുമ്പോഴാണ് ഓട്ടോയിൽ ഒരാൾ അങ്ങോട്ട് വരുന്നത്. അയാൾ അങ്ങോട്ട് ചെന്ന് എനിക്ക് സരസ്വതി ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ ആരാണെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ കൃഷ്ണചന്ദ്രൻ, സരസ്വതിയെ ഞാൻ TTയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സരസ്വതി ഇല്ലേ എവിടെ എന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും അപ്പോൾ സാറേ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, എന്ത് കാര്യമെന്ന് അയാൾ ചോദിക്കുമ്പോൾ അമ്മ മരിച്ചുപോയി എന്ന് മഹേഷ് പറയണ കേട്ട് കൃഷ്ണചന്ദ്രൻ സാർ ഞെട്ടുന്നുണ്ട്. അതെപ്പോ എന്ന് ചോദിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞെന്ന് മഹേഷ് പറയണ കേട്ട് ആകെ തളർന്ന് അയാൾ കൈവരിയിലേക്കിരിക്കുക. 1 വർഷമോ അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് അയാൾ പറയണ കേട്ട് അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറി വലിയ പരിപാടികളോടെ ആയിരുന്നു നടത്തിയത്, സാർ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ പിന്നെയും അയാൾ ടെൻഷനോടെ അതെങ്ങനെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. നിങ്ങൾ ആരാന്ന് മഹേഷിനോട് ചോദിക്കുമ്പോൾ ഞാൻ മകനാ മഹേഷ് എന്ന് മഹേഷ് പറഞ്ഞിട്ട് അദ്ദേഹത്തെയും വിളിച്ചോണ്ട് അമ്മയുടെ കുഴിമാടത്തിനരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇവിടെയാ സാർ അമ്മയെ അടക്കിയതെന്ന് പറഞ്ഞ മഹേഷിന്റെ കണ്ണുകൾ മുകളിലെ ജനലിനരികിലേക്കും ചെല്ലുന്നുണ്ട്. അപ്പോഴദ്ദേഹം താനും സരസ്വതിയും കന്യാകുമാരിയിൽ ഒന്നിച്ചു നടക്കുമ്പോൾ സരസ്വതിയുടെ ഭർത്താവ് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ സരസ്വതി ടീച്ചർ അതിൽ കയറി പോകുന്നത് ഓർക്കയാണ്. ആകെ തളർച്ചയോടെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന കൃഷ്ണചന്ദ്രൻ സാറിനെ മഹേഷ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അകത്ത് കയറി ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് മഹേഷ് പറയുമ്പോഴേക്കും ആകെ തകർന്നു പോയ കൃഷ്ണചന്ദ്രൻ സാർ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറി പോവുക. കൃഷ്ണചന്ദ്രൻ സാർ വന്നത് കാണുന്ന ടീച്ചറമ്മ മുകളിലെ റൂമിൽ നിന്നും താഴേക്കിറങ്ങി നടുമുറ്റത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും രാധ അങ്ങോട്ട് ഓടി വന്ന് അമ്മ എങ്ങോട്ടാ എന്ന് ചോദിച്ച് ടീച്ചറമ്മയെ പിടിച്ചു വെക്കുമ്പോഴേക്കും മോളെ പുറത്ത് സാറ് എന്ന് പറയണ കേട്ടെ പുറത്ത് അങ്ങനെ പലരും വരും. അമ്മ എന്താ അവരെ കാണാനാണോ പോകുന്നത്, ജീവിച്ചിരിപ്പില്ലാത്ത അമ്മ എങ്ങനെയാ അവരെ കാണുന്നത്, അമ്മ കൂടുതൽ കുഴപ്പമുണ്ടാക്കാതെ പോയേ, മഹേഷിനാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ തലവരത്തിരിക്കുക.
അതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ രാധ ടീച്ചർ അമ്മയെ മുകളിലേക്ക് തന്നെ പറഞ്ഞു വിടുക. പിന്നീട് കാണിക്കുന്നത് ടീച്ചർ അമ്മയുടെ ഫ്ലെക്സ് വെച്ച കടയുടെ അടുത്ത് കൃഷ്ണചന്ദ്രൻ സാർ തൻ്റെ ഓട്ടോ നിർത്തി ഇറങ്ങുന്നതാണ്. ഇവിടുത്തെ കടക്കാരനോട് സരസ്വതി ടീച്ചറെ പറ്റി അന്വേഷിക്കുക. സരസ്വതി ടീച്ചർ മരിച്ചിട്ടിപ്പോൾ 1 വർഷമായി. അന്ന് നടന്ന ചടങ്ങിൻ്റെ ബോർഡാ ഇത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് നാളായി. ചേട്ടൻ ഈ നാട്ടുകാരനല്ലേ എന്ന് അയാൾ ചോദിക്കണ കേട്ട് അല്ല എന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയുക. സരസ്വതി ടീച്ചറെ കൂടെ പഠിച്ച TTC ബാച്ചിലെ കൂട്ടുകാരോടൊപ്പം കന്യാകുമാരിക്ക് ടൂർ പോയതാ. കന്യാകുമാരിയിൽ നിന്ന് ടീച്ചറെ കാണാതായി. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞാ ടീച്ചറുടെ ബോഡി കിട്ടിയത് എന്നൊക്കെ അയാൾ പറയുമ്പോൾ അയാളോട് യാത്ര പറഞ്ഞിറങ്ങുന്ന കൃഷ്ണചന്ദ്രൻ സാർ മൊബൈൽ എടുത്ത് ഒരു കോൾ ചെയ്യുന്നുണ്ട്. ഒരു നഴ്സായിരുന്നു ആ കോൾ അറ്റൻഡ് ചെയ്തത്. അവർ കോൾ എടുക്കുമ്പോഴേക്കും അവിടെ കേരളത്തിൽ നിന്ന് വന്ന് ആക്സിഡന്റ് പറ്റി അഡ്മിറ്റ് ചെയ്ത ഒരു സരസ്വതി ഇല്ലേ, അവരിപ്പോൾ അവിടെ ഉണ്ടോ എന്ന് കൃഷ്ണചന്ദ്രൻ സാർ ചോദിക്കുമ്പോൾ അവർ നാട്ടിൽ പോയെന്ന് ആ നഴ്സ് പറയാ. എപ്പോഴാണ് അവർ നാട്ടിൽ പോയതെന്ന് ചോദിക്കുമ്പോൾ 1 മാസത്തിനടുത്തായി. നിങ്ങൾ ആരാന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും സാർ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ തനിയെ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് 1 മാസം മുമ്പ് പുറപ്പെട്ട സരസ്വതി പിന്നെ ഇവിടെ പോയി. 1 വർഷം മുമ്പ് സരസ്വതി മരിച്ചു പോയെന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്നൊക്കെ തനിയെ ഓർത്തു പറഞ്ഞുകൊണ്ട് ഓട്ടോക്കാരന് വണ്ടിയെടുത്ത് നമുക്കൊരിടം വരെ പോണമെന്ന് പറയാ. പിന്നീട് കൃഷ്ണചന്ദ്രൻ സാർ എത്തുന്നത് മേരിക്കുട്ടി ടീച്ചറുടെ വീട്ടിലേക്കാണ്. സാറിനെ കാണുന്ന മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ സാറിനെ സ്വീകരിക്കുക. സാർ എങ്ങനെ ഇവിടെ, വീടൊക്കെ എങ്ങനെ മനസ്സിലായി എന്നൊക്കെ സാറിനോട് ചോദിച്ചുകൊണ്ട് വീടിനകത്തേക്ക് സാറിനെ ക്ഷണിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് ജോണിനെ വിളിച്ച് കൃഷ്ണചന്ദ്രൻ സാറെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നെ സരസ്വതിയൊക്കെ TTI പഠിപ്പിച്ച സാറാ. ജോൺ, അമ്മയുടെ ബാച്ചിന്റെ കൂടെ ഞാൻ ടൂർ പോയിരുന്നു, അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും അറിയാമെന്ന് പറയുക. സ്റ്റുഡൻസിന്റെ മാത്രം ട്രിപ്പായോണ്ടാ സാറിനെ വിളിക്കാതിരുന്നത്. സരസ്വന് അവാർഡ് കിട്ടിയ നേരം ഞങ്ങളെല്ലാം കൂടി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിരുന്നു. അന്നേരം സാറ് ഹോസ്പിറ്റലായോണ്ട് വന്നില്ലല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും സാർ അത് സമ്മതിക്കുന്നുണ്ട്. ജോൺ സാറിനെ കുടിക്കാൻ എടുക്കാൻ പോകുമ്പോഴേക്കും സാർ ആരെങ്കിലും ഇടയ്ക്ക് കാണാറുണ്ടോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഞാൻ ആരെയും കാണാറില്ല, പിന്നെ എൻ്റെ കയ്യിൽ ആരുടെയും നമ്പറില്ല, എല്ലാവരും നമ്മളെയൊക്കെ മറന്നിട്ടുണ്ടാവും എന്ന് സാറ് പറയണ കേട്ട് സാറിനെ പരിചയപ്പെട്ട ആർക്കാ മറക്കാൻ പറ്റുക. സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാൻ സരസുവിനെന്നും 100 നാവാ. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ടീച്ചറിനെ മോൾഡ് ചെയ്യാൻ സാറിൻ്റെ പങ്കിനെക്കുറിച്ച് അവൾ എപ്പോഴും പറയുമായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ കൃഷ്ണചന്ദ്രൻ സാറിനോട് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.